നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഇൻ ദ ആറ്റിക് എന്ന പാഠഭാഗമായിരുന്നു. അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കഥാഗതി ചുരുക്കിയൊന്ന് പറയാം. വാഡിസ് ഓഫ് സ്പിൽമാൻ്റെ ഓർമ്മക്കുറിപ്പായിട്ടുള്ള ദ പിയാനിസ്റ്റിൽ നിന്ന് എടുത്തതാണ് ഈ ഒരു പാഠഭാഗം. 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ജൂതനായിട്ടുള്ള സ്പിൽമാൻ ഒരു തട്ടുംപുറത്ത് ഒളിച്ചിരിക്കുകയാണ്. ജർമ്മൻ സൈന്യത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട്, അല്ലെങ്കിൽ അവരെ പിടിച്ചുകൊണ്ടുപോയിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി കൊന്നുകളയും. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഒരു തട്ടുംപുറത്ത് ഒളിച്ചിരിക്കുന്നതാണ് കഥാഗതി. അങ്ങനെ ജർമ്മൻ സൈന്യത്തിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന സമയത്താണ് ജൂതനായിട്ടുള്ള സ്പിൽമാനെ ജർമ്മൻ ഓഫീസർ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു കലാകാരനാണെന്ന് മനസ്സിലാക്കിയ ഓഫീസർ ഈ പറയുന്ന സ്പിൽമാനെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഈ സ്പിൽമാനെ സംരക്ഷിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു ഓഫീസർ ജർമ്മൻകാരനാണെങ്കിലും ജർമ്മൻകാർ ഈ പറയുന്ന ജൂതന്മാർക്കെതിരെ ചെയ്യുന്നതിന് ഒരിക്കലും അദ്ദേഹം ന്യായീകരിക്കുന്നില്ല, അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്യാണ്, ഈ ജൂതനായിട്ടുള്ള ആൾക്ക് അവിടെ ഒരു സംരക്ഷണം കൊടുക്കുകയാണ്. ആരും കാണാത്ത ഒരു ആറ്റിക് റൂമിനകത്ത് ഒരു തട്ടുംപുറത്ത് ഒളിച്ചിരിക്കാൻ കൃത്യമായിട്ടും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അദ്ദേഹത്തിനുള്ള ഫുഡ് കൊണ്ടുകൊടുക്കുകയും അദ്ദേഹത്തിന് കിടക്കാനുള്ള ബെഡ് കൊണ്ടുകൊടുക്കുകയും അങ്ങനെ എല്ലാ തരത്തിൽപ്പെട്ട സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് ഹാർഡ് ഫ്രോസ്റ്റ് കെയിം ഇൻ ദ മിഡിൽ ഓഫ് ഡിസംബർ. അപ്പോൾ ഡിസംബർ പകുതിയോടെ ആദ്യത്തെ കഠിനമായിട്ടുള്ള തണുപ്പ് വന്നു എന്ന് പറയണം. അപ്പോൾ ഡിസംബറായി, തണുപ്പ് മാസമായി, ക്രിസ്മസ് വന്നു. ആൻഡ് ദെൻ ദ ന്യൂ ഇയർ 1945 1945 പുതുവർഷവും വന്നു എന്ന് പറയണം. ദ 6th ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഓഫ് ദ വാർ. അപ്പോൾ യുദ്ധത്തിൻ്റെ 6ാമത്തെ ക്രിസ്മസ് പുതുവർഷ ആഘോഷങ്ങളാണ് ഇപ്പോൾ വരുന്നത്. കാരണം യുദ്ധം തുടങ്ങി 6 വർഷമായി എന്ന് പറയാണ്. ആൻഡ് ദ വോസ്റ്റ് ഐ ഹാഡ് നോൺ. എനിക്കറിയുന്നതിൽ വെച്ചിൽ, ഞാൻ അനുഭവിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും മോശമായിട്ടുള്ളൊരു ക്രിസ്മസും ന്യൂ ഇയർ ആയിരുന്നു ആ വർഷത്തേതെന്ന് പറയണം. ഐ ലേ ഇൻ ദ ഡാർക്ക് ലിസണിങ് ടു ദ സ്റ്റോമി വിൻഡ്. ഞാൻ ഇരുട്ടിൽ കിടന്നു, പിന്നെ ആ കൊടുങ്കാറ്റിൻ്റെ ശബ്ദം അങ്ങനെ കേട്ടു എന്ന് പറയണം. ഐ ഹേർഡ് ദ സ്ക്യൂക്കിംഗ് ആൻഡ് റസ്ലിംഗ് ഓഫ് റാറ്റ്സ് ആൻഡ് മൈസ് റണ്ണിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദ ആറ്റിക്. ഞാൻ കിടക്കുന്നത് ആറ്റിക് റൂമിനകത്ത്, എന്ന് വെച്ചാൽ തട്ടുംപുറത്തുള്ള റൂമാണ്. അതായത് ഈ മുകളിലുള്ള ആ ഒരു മേൽക്കൂരയുടെ തൊട്ട് താഴത്ത് കിടക്കുന്ന റൂമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൂമിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എലികൾ ഓടുന്നുണ്ട് അല്ലേ, അതിൻ്റെ ഞെരക്കൊക്കെ കേട്ടു എന്ന് പറയണം. ഇൻ മൈ മൈൻഡ്, എൻ്റെ മനസ്സിൽ, ഐ വെൻറ്റ് ഓവർ എവറി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ വാർ. അപ്പോൾ എൻ്റെ മനസ്സിൽ യുദ്ധത്തിന് മുമ്പും ശേഷമുള്ള ഓരോ ക്രിസ്മസും ഞാൻ അങ്ങനെ ഓർക്കുകയാണ്. അറ്റ് ഫസ്റ്റ് ഐ ഹാഡ് എ ഹോം, പാരൻസ്, 2 സിസ്റ്റേഴ്സ് ആൻഡ് എ ബ്രദർ. അപ്പോൾ ആദ്യം എനിക്ക് വീടുണ്ടായിരുന്നു, മാതാപിതാക്കളുണ്ടായിരുന്നു, 2 സഹോദരിമാരുണ്ടായിരുന്നു, പിന്നെ ഒരു സഹോദരനുണ്ടായിരുന്നു. ദെൻ വി ഹാഡ് നോ ഹോം ഓഫ് അവർ ഓൺ എനി മോർ. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തൊരവസ്ഥയായി. കാരണം ജൂതന്മാരെ വീടുകൾ തകർക്കുക, അവരെ പിടിച്ചുകൊണ്ടുപോവുക, ഇത്തരത്തിലുള്ള കലാപങ്ങൾ തുടങ്ങിയോണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നെ വീടില്ലാതായി. ബട്ട് വി വേർ ടുഗദർ. പക്ഷെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. ലേറ്റർ ഐ വാസ് അലോൺ ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്, പക്ഷേ എനിക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. ആൻഡ് നൗ ഐ വാസ് എ ലോൺലിയർ. ഞാനിപ്പോൾ ഒരു ഏകാന്തനാണ് അല്ലേ. ഐ സപ്പോസ് ദാൻ എനിവൺ എൽസ് ഇൻ ദ വേൾഡ്. ഇപ്പോൾ ഞാൻ ലോകത്തിലുള്ള മറ്റൊരാളെക്കാളും ഏകാന്തനായിരിക്കുന്ന ഒരാളാണെന്ന് കരുതുകയാണ്. ഐ ഹാഡ് ടു ബി അലോൺ, എൻറ്റയർലി അലോൺ ഇഫ് ഐ വാണ്ടഡ് ടു ലീവ്. ഇപ്പോൾ എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക്, പൂർണ്ണമായിട്ട് ഒറ്റയ്ക്കായിരിക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കരുതുന്നത്. ഇപ്പോൾ ഞാൻ ഏകാന്തമായിട്ട് ഒറ്റയ്ക്ക് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയണം. ഓൺ 14 ജനുവരി അൺയൂഷ്വൽ നോയ്സസ് ഇൻ ദ ബിൽഡിംഗ് ആൻഡ് ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ് വോക്ക് മീ. അങ്ങനെ ജനുവരി 14 കെട്ടിടത്തിന് പുറത്തുള്ള തെരുവിൽ ഒരു അസാധാരണമായ ശബ്ദങ്ങൾ കേട്ടാണ് ഞാൻ ഉണർന്നതെന്ന് പറയണം. സോൾജേഴ്സ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയേഴ്സ്. പട്ടാളക്കാർ പടികൾ കയറി ഇറങ്ങുന്നുണ്ട്. ആൻഡ് ഐ ഹേർഡ് അജിറ്റേറ്റഡ് നെർവസ് വോയിസസ്. ഇപ്പോൾ ഞാൻ വളരെ പരിഭ്രാന്തനായിട്ടുണ്ട്. മാത്രമല്ല ആ ശബ്ദങ്ങൾ കേട്ട് ആകെ അസ്വസ്ഥനായി. ഏർലി ഇൻ ദ മോർണിംഗ് ഓഫ് 15 ജനുവരി ദ സൗണ്ട് ഓഫ് ആർട്ടിലറി ഫ്രം ദ പ്രീവിയസ്ലി സൈലന്റ് ഫ്രണ്ട് വാസ് ഹേർഡ്. അപ്പോൾ ജനുവരി 15 രാവിലെ മുമ്പ് നിശബ്ദമായിരുന്ന ആ യുദ്ധമുഖത്തിൽ നിന്നൊക്കെ പീരങ്കികളുടെ ശബ്ദം കേട്ടു എന്ന് പറയണം. ദ ഗ്രൗണ്ട് ആൻഡ് ദ വാൾസ് ഓഫ് ദ ബിൽഡിംഗ് ഷുക്ക് അണ്ടർ ദ കോൺസ്റ്റന്റ് ഡൾ തണ്ടർ. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഇടിമുഴക്കത്തിൻ്റെ ഭാഗമായിട്ട് ഭൂമിയിലെ കെട്ടിടങ്ങളും ഭിത്തികളൊക്കെ കുലുങ്ങി എന്ന് പറയണം. 3 hours ലേറ്റർ ദ ഹെവി ആർട്ടിലറി ഫയർ ഡൈഡ് ഡൗൺ അഗെയിൻ. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ പീരങ്കി വെടിപ്പൊക്കെ ഒന്ന് ക്ഷമിച്ചു എന്ന് പറയണം. ബട്ട് ഐ വാസ് ആസ് നെർവസ് ആസ് എവർ. പക്ഷെ ഞാൻ എപ്പോഴും അസ്വസ്ഥനായിരുന്നു എന്ന് പറയാണ്. കാരണം വെടിവെപ്പിൻ്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ ആകെ അസ്വസ്ഥനായിരുന്നു. ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് അറ്റ് ഓൾ ദാറ്റ് നൈറ്റ്. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയണം. ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ് വുഡ് ബിഗിൻ അറ്റ് എനി മൊമെൻറ്റ് ആൻഡ് ഐ കുഡ് ബി കിൽഡ്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും തെരുവ് യുദ്ധം ആരംഭിക്കാം, അതുകൊണ്ട് തന്നെ ഞാൻ കൊല്ലപ്പെടുന്നുള്ള ചിന്താഗതി സ്പിൽമാന് വരികയാണ്. ദ നൈറ്റ് പാസ്റ്റ് പീസ്ഫുള്ളി. അന്നത്തെ രാത്രി സമാധാനമായിട്ട് കടന്നുപോയി. അറൗണ്ട് 1 o'clock ഐ ഹേർഡ് ദ റിമൈനിങ് ജർമ്മൻസ് ലിവിങ് ദ ബിൽഡിംഗ്. ഏകദേശം 1 മണിയോടെ ബാക്കിയുള്ള ജർമ്മൻകാർ കെട്ടിടം വിട്ടുപോകുന്നു ഞാൻ കേട്ടു. സൈലൻസ് ഫെൽ. വളരെ നിശബ്ദമായിരുന്നു. ഐ കുഡ് നോട്ട് ഈവൻ ഹിയർ ദ സ്റ്റെപ്സ് ഓഫ് ദ ഗാർഡ്സ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. കെട്ടിടത്തിന് പുറത്തുള്ള കാവൽക്കാരുടെ ഈ കാൽപെരുമാറ്റം പോലും ഇപ്പോൾ എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല.
Not until the early hours of the next day was the silence broken by a loud and resonant noise. അപ്പം നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം പുലർച്ചെ തന്നെ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഉച്ചത്തിലുള്ള മുഴങ്ങുന്ന റെസൊണൻസ് വെച്ചാൽ മുഴങ്ങുന്ന ഒരു ശബ്ദമാണ് കേട്ടത്. ദ ലാസ്റ്റ് സൗണ്ട് ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു ശബ്ദം. റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് സെറ്റപ്പ് സംവർ നിയർ ബൈ വർ ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ്സ് ഇൻ പോളിഷ് ഓഫ് ദ ഡിഫീറ്റ് ഓഫ് ജർമ്മനി ആൻഡ് ദ ലിബറേഷൻ ഓഫ് വാർസോ. അപ്പോൾ അടുത്തുള്ള എവിടെയോ സ്ഥാപിച്ചുള്ള റേഡിയോയുടെ ലൗഡ് സ്പീക്കറുകളിലൂടെ ജർമ്മനിയുടെ പരാജയത്തെ പറ്റിയിട്ടും വാർസോയുടെ വിമോചനത്തെ പറ്റിയിട്ടും പോളിഷ് ഭാഷയിൽ ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. ദ ജർമ്മൻസ് ഹാഡ് വിത്ഡ്രോവൺ വിത്തൗട്ട് എ ഫൈറ്റ്. ജർമ്മൻകാർ ഈ ഒരു വാർസോന്ന് ഒരു പോരാട്ടം ഇല്ലാതെ പിൻവാങ്ങിയിരിക്കുന്നു പറയണം. ആസ് സൂൺ ആസ് ഇറ്റ് ബിഗാൻ ടു ഗെറ്റ് ലൈറ്റ്. വെളിച്ചം വീഴാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഐ പ്രിപ്പയർഡ്, ഞാൻ തയ്യാറെടുത്തു, ഫിവറിഷ്ലി, ഭയത്തോട് കൂടിയിട്ട്, ഫോർ മൈ ഫസ്റ്റ് വെഞ്ചർ ഔട്ട്, ആദ്യമായിട്ട് പുറത്തേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. മൈ ഓഫീസർ ഹാഡ് ലെഫ്റ്റ് മീ എ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ടു കീപ് മീ ഫ്രം ഫ്രീസിങ്. അപ്പോൾ ഇവിടെ മുമ്പ് വന്ന ഒരു ഉദ്യോഗസ്ഥല്ലേ, അദ്ദേഹം എനിക്കൊരു ജർമ്മൻ്റെ സൈനിക ഓവർകോട്ട് തന്നിരുന്നു, എന്ന് വെച്ചാൽ തണുപ്പൊന്നൊക്കെ രക്ഷ നേടാനായിട്ടുള്ള. ഐ ഹാഡ് ഓൾറെഡി പുട്ട് ഇറ്റ് ഓൺ. അപ്പോൾ ഞാനത് ആദ്യം തന്നെ ധരിച്ചിട്ടുണ്ടായിരുന്നു പറയാണ്. യാത്രയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറെടുക്കുകയാണ്. ഐ സഡൻലി ഹേർഡ്, പെട്ടെന്ന് ഞാൻ കേട്ടു, ദ റിതമിക് ഫുഡ് സ്റ്റെപ്സ് ഓഫ് ഗാർഡ്സ് ഔട്ട് ഇൻ ദ റോഡ് അഗെയിൻ. അപ്പോൾ വീണ്ടും റോട്ടിൽ ഈ കാവൽക്കാരുടെ അല്ലെങ്കിൽ ഈ പട്ടാളക്കാരുടെ ശബ്ദം, അല്ലെ റിതമിക്കാനുള്ള താളാത്മകമായുള്ള ഒരു കാൽപെരുമാറ്റം കേട്ടു എന്ന് പറയണം. ഹാഡ് ദ സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്സ് വിത്ഡ്രോൺ ദെൻ. ഇപ്പോഴും സോവിയറ്റ് അല്ലെങ്കിൽ പോളിഷ് സൈന്യം പിൻവാങ്ങിയോ എന്നുള്ളൊരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കണം, കാരണം അവരുടെ ഫുഡ് സ്റ്റെപ്സുകൾ ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഐ സാങ് ഓൺ മൈ മാട്രസ്. അപ്പോൾ ഈ ഒരു ശബ്ദമൊക്കെ കേട്ട സമയത്ത് തന്നെ ഞാൻ എൻ്റെ മെത്തയിൽ മുങ്ങി എന്ന് പറയുകയാണ്. അതായത് ഞാൻ രണ്ടാമത് മൂടി പോയിച്ചാൽ കിടക്കുകയാണ്. അട്ടേർലി ഡിജക്റ്റഡ്, പൂർണ്ണമായിട്ട് നിരാശനായിട്ട്. ആൻഡ് ലേ ദർ അണ്ടിൽ സംതിങ് ന്യൂ കെയിം ടു മൈ ഇയേഴ്സ്. അപ്പോൾ പുതിയ എന്തെങ്കിലും എൻ്റെ കാതുകളിൽ വരുന്നത് വരെ ഞാനിങ്ങനെ അനങ്ങാതെ എൻ്റെ മെത്തയിൽ കിടക്കുകയാണ്. ദ വോയിസസ് ഓഫ് വിമൺ ആൻഡ് ചിൽഡ്രൻ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദങ്ങൾ. അറ്റ് ഓൾ കോസ്റ്റ് ഐ ഹാഡ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. എന്തായാലും എനിക്ക് ഇനിയും വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്, എന്നിട്ട് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ള ചിന്താഗതിയിൽ അവിടെ ഇരിക്കുകയാണ് സ്പിൽമാൻ. ഐ റാൻ ഡൗൺ സ്റ്റേഴ്സ്. ഞാൻ താഴേക്ക് ഓടി. പുട്ട് മൈ ഹെഡ് ഔട്ട് ഓഫ് ദ ഫ്രണ്ട് ഡോർ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ മുൻവാതിൽ നിന്നിട്ട് ഞാൻ തല പുറത്തേക്ക് ഇട്ടു. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്റി മോർണിംഗ്. അത് നല്ല ചാര നിറത്തിലുള്ള മൂടൽമഞ്ഞുള്ള ഒരു പ്രഭാതമായിരുന്നു. ടു മൈ ലെഫ്റ്റ്, നോട്ട് ഫാർ അവേ, stood a woman soldier in a uniform that was difficult to identify at this distance. എൻ്റെ ഇടതുവശത്തായിട്ട് വളരെ അകലെയല്ലാത്ത എന്നാൽ വളരെ ദൂരെയല്ലാത്തൊരു സ്ഥലത്ത് യൂണിഫോമിൽ ഒരു വനിതാ സൈനിക നിൽക്കുന്നുണ്ട്. എ വുമൺ വിത്ത് എ ബണ്ടിൽ ഓൺ ഹെർ ബാക്ക് വാസ് അപ്രോച്ചിങ് ഫ്രം മൈ റൈറ്റ്. അപ്പോൾ അവളുടെ പിറകിൽ എന്തോ ബണ്ടിലുണ്ട്, എന്തോ കെട്ടുമായിട്ട് ആ ഒരു സ്ത്രീ എൻ്റെ വലതുവശത്തേക്ക് ഇങ്ങനെ വരികയാണ്. വെൻ ഷീ കെയിം ക്ലോസർ, അവൾ എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഐ വെഞ്ചേർഡ് ടു സ്പീക്ക് ടു ഹെർ, ഞാൻ അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഹലോ, എക്സ്ക്യൂസ് മീ, ഐ കാൾഡ് ഇൻ എ മ്യൂട്ടഡ് വോയിസ് ബെക്കനിങ് ഹെർ ഓവർ. ഹലോ, ക്ഷമിക്കണം, ഞാൻ വളരെ പതിഞ്ഞ സ്വരത്തിൽ അവളെ അടുത്തേക്ക് ഇങ്ങനെ ആംഗ്യം കാണിച്ച് വിളിച്ചു. ഷീ സ്റ്റേഡ് അറ്റ് മീ, അവളെന്നെ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ്. ഡ്രോപ്ഡ് ഹെർ ബണ്ടിൽ ആൻഡ് ടുക്ക് ടു ഹെർ ഹീൽസ് വിത്ത് എ ഷ്രീക്ക് ഓഫ് എ ജർമ്മൻ. അപ്പോൾ അവൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയതിന് ശേഷം അവളുടെ കയ്യിലുള്ള പൊതി താഴ്ത്തി കിട്ടും. അപ്പോൾ അവളെന്നെ അലറി വിളിച്ചുകൊണ്ട്, ഷ്രീക്ക് ചെയ്തുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് അവളിങ്ങനെ കുതിക്കുകയാണ്, ഒരു ജർമ്മൻ എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ ധരിച്ചിരിക്കുന്നത് ജർമ്മൻകാരുടെ ഒരു ഓവർകോട്ടാണ്. ഇമ്മീഡിയറ്റ്ലി ദ ഗാർഡ് ടേൺഡ് സോ മീ. അപ്പോൾ ഉടനെ തന്നെ ഗാർഡുകൾ ഇത് കണ്ടു. എയിംഡ് ആൻഡ് ഫയർഡ് ഹെർ മെഷീൻ പിസ്റ്റൾ. അപ്പോൾ ഞാനൊരു ജർമ്മൻ ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിച്ചിട്ട് എന്നെ നേരെ ആ പിസ്റ്റൾ, അപ്പോൾ അവളുടെ തോക്കെടുത്ത് എന്നെ വെടിവെച്ചു എന്ന് പറയണം. ദ ബുള്ളറ്റ്സ് ഹിറ്റ് ദ വാൾ. വെടിയുണ്ടകൾ ചുമരിൽ തട്ടി. ആൻഡ് വിത്തൗട്ട് തിങ്കിങ്, ഒന്നും ആലോചിക്കാതെ ഐ റഷ്ഡ് അപ്പ് ദ സ്റ്റേഴ്സ് ആൻഡ് ടുക്ക് റെഫ്യൂജ് ഇൻ ദ ആറ്റിക്. ഞാൻ ഒന്നും ആലോചിക്കാതെ നേരെ മുകളിലോട്ട് കയറിയിട്ട് താൻ പണ്ട് അഭയം പ്രാപിച്ചിരുന്ന ആ ഒരു ആറ്റിക് റൂമിൽ ഒളിച്ചിരിക്കുകയാണ്. ലുക്കിംഗ് ഔട്ട് ഓഫ് മൈ ലിറ്റിൽ വിൻഡോ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ, കുറച്ച് മിനിറ്റുകൾ ശേഷം ഞാൻ ആ ചെറിയ ജനവാലിലൂടെ നോക്കിയപ്പോൾ ഐ സോ ദാറ്റ് ദ ഹോൾ ബിൽഡിംഗ് വാസ് സറൗണ്ടഡ്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ആ കെട്ടിടം മുഴുവൻ വളഞ്ഞിരിക്കുന്നുണ്ട്. I heard soldiers calling to each other and then sound of shots and exploding hand grenades. അപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു റൂമിന് പുറത്തുമായിട്ട് സൈനികർ പരസ്പരം വിളിക്കുന്നത് കേട്ടു. ഇങ്ങനെ തുടർന്ന് നല്ല വെടിവെപ്പും ഹാൻഡ് ഗ്രനേഡുകളൊക്കെ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അബ്സേർഡ്. ഇത്തവണ എൻ്റെ ഈ ഒരു സാഹചര്യം വളരെ അബ്സേർഡാണ്, അസംബന്ധമാണെന്ന് എനിക്ക് മനസ്സിലായി. ഐ വാസ് ഗോയിങ് ടു ബി ഷോട്ട് ബൈ പോളിഷ് സോൾജേഴ്സ്. ഞാൻ താമസിയാതെ തന്നെ പോളിഷ് പട്ടാളത്തിൻ്റെ വെടിയേറ്റ് മരിക്കുന്ന ഉറപ്പാണ് അല്ലേ. ഇൻ ലിബറേറ്റഡ് വാർസോ, ജർമ്മൻകാർ പോയിട്ടുള്ള ഈ ഒരു വാർസോയിൽ വെച്ചിട്ട് ഞാൻ എന്തായാലും ഈ പോളിഷ് ഉദ്യോഗസ്ഥരെ വെടി കൊള്ളുന്നൊരു ഉറപ്പിലെത്തി നിൽക്കുകയാണ്. ഓൺ ദ വെരി വേർജ് ഓഫ് ഫ്രീഡം, അതായത് ഈ ഒരു വാർസോയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി അതിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന സമയത്ത് ഈ പോളിഷ് ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് ഞാൻ കൊല്ലപ്പെടുന്നുള്ളൊരു പേടി നമ്മുടെ
സ്പിൽമാൻ ഉണ്ട്. ഫിവറിഷ്ലി, വളരെ ഭയത്തോട് കൂടിയിട്ട്, ഐ ബിഗാൻ ടു വണ്ടർ, ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഹൗ ഐ കുഡ് മേക്ക് ദം റിയലൈസ്, അവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, വെരി ക്വിക്ക്ലി, വളരെ വേഗത്തിൽ, ദാറ്റ് ഐ വാസ് പോളിഷ്, ഞാനൊരു പോളിഷുകാരനാണെന്ന്, ബിഫോർ ദേ ഡിസ്പാച്ചർ മീ ടു ദ നെക്സ്റ്റ് വേൾഡ്, എന്നെ വേറെ ലോകത്തേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ്, എന്നെ കൊല്ലുന്നതിന് മുമ്പ്, എങ്ങനെ ആസ് എ ജർമ്മൻ ഇൻ ഹൈഡിങ്, ഒരു ജർമ്മൻകാരവിടെ ഒളിച്ചിരിക്കുക എന്നുള്ള ചിന്താഗതിയിൽ എന്നെ കൊന്ന് അവർ വേറെ ലോകത്തേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് എനിക്ക് എങ്ങനെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ പേടിയോടുകൂടി ചിന്തിക്കുകയാണ്. ഐ ബിഗാൻ കമ്മിങ് ഡൗൺ ദ സ്റ്റേഴ്സ്, ഞാൻ പതുക്കെ പടികളിങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. ഷൗട്ടിങ് ആസ് ലൗഡ് ആസ് ഐ കുഡ്, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഉറക്കെ വിളിച്ച് പറയണം. എന്താണ്? ഡോൺ ഷൂട്ട്, ഐ ആം പോളിഷ്, എന്നെ വെടിവെക്കരുത്, ഞാൻ പോളിഷുകാരനാണെന്ന് വിളിച്ച് പറയുന്നുണ്ട്. വെരി സൂൺ, അധികം വൈകാതെ തന്നെ, ഐ ഹേർഡ് സ്വിഫ്റ്റ് ഫുഡ് സ്റ്റെപ്സ് ക്ലൈംബിങ് ദ സ്റ്റേഴ്സ്, പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ ഈ കാലടി ശബ്ദങ്ങൾ ഇങ്ങനെ ആ പടികൾ കയറുന്നതായിട്ട് എനിക്ക് തോന്നി. ദ ഫിഗർ ഓഫ് യങ് ഓഫീസർ ഇൻ പോളിഷ് യൂണിഫോം വിത്ത് ദ ഈഗിൾ ഓൺ ഹിസ് ക്യാപ്പ് കെയിം ഇൻ ടു വ്യൂ. അപ്പോൾ തൊപ്പിയിൽ ഒരു കഴുകൻ്റെ രൂപമുള്ള പോളിഷ് യൂണിഫോമിൽ ഒരു യുവ ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. ഹി പോയിന്റഡ് എ പിസ്റ്റൾ അറ്റ് മീ ആൻഡ് ഷൗട്ടഡ്, അദ്ദേഹം എൻ്റെ നേരേക്ക് തോക്ക് ചൂണ്ടിയിട്ട് ഷൗട്ട് ചെയ്തു, ഹാൻഡ്സ് അപ്പ്, കൈകൾ ഉയർത്തു എന്ന് പറഞ്ഞു. ഐ റിപ്പീറ്റഡ് മൈ ക്രൈ ഓഫ് ഡോൺ ഷൂട്ട്, ഐ ആം പോളിഷ്. അപ്പോൾ ഞാനിങ്ങനെ നിലവിളിക്കുകയാണ്, വെടിവെക്കരുത്, ഞാൻ പോളിഷാണെന്ന് ഇങ്ങനെ നിലവിളിക്കുകയാണ്. ദ ലെഫ്റ്റനന്റ് വെൻ റെഡ് ആൻഡ് വിത്ത് ഫ്യൂറി, ലെഫ്റ്റനന്റ് എന്ന് വെച്ചാൽ പട്ടാളത്തിൽ ഉദ്യോഗസ്ഥൻ കേട്ടോ. അപ്പോൾ ആ ലെഫ്റ്റനന്റ് ആണെങ്കിൽ കോപത്താൽ ചുവന്നിട്ട് ഇങ്ങനെ നിൽക്കണം അദ്ദേഹം ദേഷ്യത്തിൽ. ദെൻ വൈ ഇൻ ഗോഡ്സ് നെയിം ഡോണ്ട് യു കം ഡൗൺ, ഹി റോഡ്, പിന്നെ ദൈവനാമത്തിൽ നീ എന്തിനാണ് ഇറങ്ങാത്തതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ അലറുകയാണ്. ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ ജർമ്മൻ കോട്ട്, അപ്പോൾ നിങ്ങൾ ഈ ജർമ്മൻ കോട്ട് ധരിച്ചിട്ട് എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ഓൺലി വെൻ ദ സോൾജേഴ്സ് ഹാഡ് ടേക്കൺ എ ക്ലോസർ ലുക്ക് അറ്റ് മീ, അപ്പോഴാണ് ഈ പട്ടാളക്കാരനെ സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിച്ചത്. ആൻഡ് റിവ്യൂ ദ സിറ്റുവേഷൻ ഡിഡ് ദേ റിയലി ബിലീവ് ഐ വാസ് ഇൻ ജർമ്മൻ, അപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് ഞാൻ ജർമ്മൻകാരനല്ല എന്ന്. ദെൻ ദേ ഡിസൈഡ് ടു ടേക്ക് മീ ടു ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ്, പിന്നെ അവരെന്നെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, അവരുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവാണ്. സോ ദാറ്റ് ഐ കുഡ് വാഷ് ആൻഡ് ഹാവ് എ മീൽ, എനിക്ക് കുളിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ കഴിയും അല്ലേ. അപ്പോൾ അവരെന്നെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി. ആഫ്റ്റർ 2 weeks, 2 ആഴ്ച കഴിഞ്ഞു, വെൽ കെയർഡ് ഫോർ ബൈ ദ മിലിറ്ററി, സൈന്യം എന്നെ നന്നായിട്ട് പരിപാലിച്ചിട്ടുണ്ടായിരുന്നു. ഐ വാക്ക്ഡ് ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് വാർസോ വിത്തൗട്ട് ഫിയർ, അങ്ങനെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം വാർസോ എന്ന് പറയുന്ന ആ തെരുവിലൂടെ ഭയമില്ലാതെ നടക്കുകയാണ്. എ ഫ്രീ മാൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ആൾമോസ്റ്റ് 6 years, അല്ലേ, ഏകദേശം 6 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ആ തെരുവിലൂടെ ഭയമില്ലാതെ നടക്കുകയാണ്. ഐ ലുക്ക്ഡ് ഓവർ ടു ദ നോർത്ത് ഓഫ് ദ സിറ്റി വെർ ദ ഗെറ്റോ ഹാഡ് ബീൻ, അപ്പോൾ ഗെറ്റോ ഉണ്ടായിരുന്ന, ഗെറ്റോ എന്ന് വെച്ചാൽ ചേരി പ്രദേശമാണ് അല്ലേ, ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഗെറ്റോ ഉണ്ടായിരുന്ന ആ നഗരത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് ഞാൻ അങ്ങനെ നോക്കി എന്ന് പറയണം. വെർ 500,000 Jews ഹാഡ് ബീൻ മർഡേർഡ്, 1,00,000 ജൂതന്മാർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ദർ വാസ് നത്തിങ് ലെഫ്റ്റ് ഓഫ് ഇറ്റ്, അവിടെ ഒന്നും ഇപ്പോൾ അവശേഷിക്കുന്നില്ല എന്ന് പറയണം. ടുമാറോ ഐ മസ്റ്റ് ബിഗിൻ എ ന്യൂ ലൈഫ്, നാളെ എനിക്കൊരു പുതിയ ജീവിതം ആരംഭിക്കണം. വിത്ത് നത്തിങ് ബട്ട് ഡെത്ത് ബിഹൈൻഡ് മീ, മരണമല്ലാതെ മറ്റൊന്നും എൻ്റെ പിന്നിലില്ലാതെ. ഐ വെൻറ്റ് ഓൺ മൈ വേ, ഞാൻ എൻ്റെ വഴിക്ക് നടന്നു എന്ന് പറയണം.